കോടതിയുടെ തീരുമാനം അംഗീകരിക്കുന്ന അംഗീകരിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതി അത് തീരുമാനം ഉണ്ടാക്കും. കോടതി ഇന്ന് സർക്കാരിനെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. സർക്കാർ പറഞ്ഞത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ് പെൻഷൻ കിട്ടാത്തതെന്ന്. പക്ഷെ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിലും പെൻഷൻ കൊടുക്കേണ്ടതാണ് എന്ന് കോടതി പറഞ്ഞു. നിങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തരുതെന്ന് സർക്കാരിന്റെ അഭിഭാഷകനോട് പറയുന്ന സാഹചര്യം പോലെ ഉണ്ടായി. എന്താ നിങ്ങളുടെ പ്രതികരണം? അപമാനിക്കാതിരിക്കണമെങ്കിൽ പിണറായി മര്യാദയ്ക്ക് പെരുമാറണം. അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ അപമാനിക്കാന്ന് പറഞ്ഞാൽ പിണറായി അവിടെ ഈ കണ്ട കൊടയടിച്ചൊക്കെ അവിടെ കൊണ്ടുവന്ന് അസംബ്ലി ശുദ്ധീകരണമൊക്കെ ചെയ്തു, എന്തെല്ലാം ചെയ്തു, പോലീസുകാരെ നടത്തി ഒരു പാർട്ടിക്കാരെ അടുപ്പിക്കാതെ ശുദ്ധീകരണം ചെയ്തില്ലേ? അത് ജനങ്ങൾ അപമാനിച്ചാണോ? ആ സ്വപ്നനെ കൊണ്ടുവന്ന് ആ ഓഫീസിലെ കളി കളിച്ചു ജനങ്ങൾ അപമാനിച്ചാണോ? ഇതൊക്കെ അവർ സ്വന്തം ഉണ്ടാക്കിയതല്ലേ? ജനങ്ങളുണ്ടാക്കിയതാണത്. ഉണ്ട് ഉണ്ട്. അല്ല, ഇവരെ അപമാനിക്കുന്ന പറഞ്ഞാൽ ഇവര് തന്നെ കാട്ടിക്കൂട്ടി ജനങ്ങളെ കണ്ണി പൊടി ഇടുന്നത് ജനങ്ങളുടെ അതിലേക്ക് വെക്കണേ എന്തിനാ? ജനങ്ങളെ കണ്ണി പൊടി ഇടുവല്ലേ ഇവര്? അതിനെന്താന്ന് പിണറായി മര്യാദക്ക് ജീവിക്കാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഈ അടികൊള്ളുന്ന പിള്ളേര് ഈ വിനോദയാത്രക്ക് ഇറങ്ങിയെന്തിനാ? ജനങ്ങൾ ഇറക്കിയതാണോ ഈ പിണറായി വിനോദയാത്രക്ക് ഇറങ്ങിയത്? പെൻഷനിലേക്ക് തന്നെ വരാം. കോടതി ഇന്ന് പറഞ്ഞത്, കോടതിയിൽ സർക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് കുറെ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ്. അല്ല, അതിന്റെ കണക്ക് കാണൂല്ലോ. അവരെ ഈ കണക്കുണ്ടെങ്കിൽ അത് കോടതി ഏൽപ്പിക്കണം. അതായതിന്റെ ശരി. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞേ. എനിക്ക് എത്ര രൂപ ചെയ്ത് ഈ പിണ്ടായുടെ കൊണ്ടുപോയുടെ ഈ കണക്കുണ്ട്, അതല്ല അത് ഏൽപ്പിച്ചാൽ മതി. അത് അവരാ തെളിവ് കൊടുക്കണ്ടേ കൃത്യമായി. എനിക്ക് എണ്ണാൻ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല. എണ്ണ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം അവരാ നോക്കണേ എന്റെ കാര്യം. അത് അവരെണ്ണം പറഞ്ഞാൽ മതി ആരൊക്കെ വന്നെന്ന്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയുള്ളോ? എല്ലാവർക്കും വേണ്ടിയാ, ഒരാൾക്ക് വേണ്ടിയല്ല. ഈ മുഖ്യമന്ത്രി ഇരിക്കണ എല്ലാവർക്കും വേണ്ടിയല്ലേ? അതുപോലെ തന്നെ ഞാനും എല്ലാവർക്കും വേണ്ടിയാ. അത് എല്ലാവർക്കും കിട്ടാഞ്ഞിട്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകണേ. എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയതാ. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട? വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് എല്ലാവർക്കും കിട്ടണം. എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട. അങ്ങനെ ജീവിക്കണം എനിക്ക് ആഗ്രഹക്കാരി അല്ല. എല്ലാവരും പട്ടിണി കിടക്കാറ്. ഞാൻ കഞ്ഞി വെച്ച് കൊടുത്താൽ അവർ പട്ടിണി കിടന്ന് അവരെ കുഞ്ഞുങ്ങൾ കിട്ടാ കരച്ചിൽ ഞാൻ കാണണോ? എനിക്ക് ആവശ്യമുണ്ടോ? അപ്പൊ എനിക്ക് എല്ലാവർക്കും കിട്ടണ സന്തോഷം. ഞാൻ ഒരാൾക്ക് വേണ്ടി ഇറങ്ങിയതല്ല, എല്ലാവർക്കും കിട്ടണം. ഇതുവരെ അങ്ങനെയാ പറഞ്ഞേക്കണേ. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാ. എന്തോരം ഞാൻ കാണിച്ചു തരാം. എന്തോരും കടക്കപ്പായം എണിക്കാൻ പറ്റാത്തത് എത്ര പേരെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കൊണ്ടേ കാണിച്ചു തരാം നിങ്ങളെ. കടക്കപ്പായം എണിക്കാത്തവരെ നമ്മുടെ ഈ പരിസരത്തുണ്ട്. സ്ഥിരം പോകണം. ഒരെണ്ണം മാനസിക രോഗി ഒന്ന് തടി പോലെ കിടക്കുക പ്രമേഹമായിട്ട്. ആ രീതിയിൽ ഒത്തിരി പേരെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒറ്റയ്ക്ക് മേടിച്ചാൽ അവരെന്ത് ചെയ്യും? അവിടെയല്ലേ നടക്കണത്. അവരെന്ത് ചെയ്യും? പെരുമ്പാമ്പിനെ പോലെ കിടക്കണേ. അങ്ങോട്ടും വെള്ളം ഇങ്ങോട്ടും വെള്ളം, തിരിഞ്ഞു പോലും കിടക്കാൻ വെള്ളം. ആ രീതിയിൽ കിടക്കുന്ന ആൾക്കാരെ വായിൽ ഞാൻ മണ്ണിടണോ? എൻ്റെ ആവശ്യമുണ്ടോ? അപ്പം എനിക്ക് ഒരു കിലോ കിട്ടിയെങ്കിൽ അവർക്കും പങ്കുവെച്ച് കൊടുക്കണമെന്ന് ഒരു താല്പര്യം. ആ താല്പര്യക്കാരിയാണ് ഞാൻ. വേണ്ട വേണ്ട, അവരെല്ലാവർക്കും കിട്ടണം. അങ്ങനത്തെ ആഗ്രഹക്കാരി അല്ല. എല്ലാവർക്കും കിട്ടണം. എനിക്ക് ഒറ്റയ്ക്ക് കോടതിയിൽ നിന്ന് തരണ്ട. എല്ലാവർക്കും കിട്ടണം. അങ്ങനെ ആഗ്രഹത്തെ എല്ലാവർക്കും കിട്ടണം. കോടതിയിൽ സർക്കാർ നിങ്ങളെ അപമാനിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കളിയാക്കി ഒത്തിരി കളിയാക്കി. ആ അപമാനിക്കെന്ന് പറഞ്ഞാൽ അയാൾ ഇന്നും വരെ തുടങ്ങിയതല്ലല്ലോ. അപ്പം നിങ്ങൾക്കറിയാൻ പാടില്ല, എനിക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്. നീക്കിയിരിപ്പോൾ 1.5 കോടിയുണ്ട്. പിന്നെ ഒരു വീട് 5 ലക്ഷത്തിനും അല്ല 5000 വാടക കൊടുക്കണം. എൻ്റെ നമ്മൾ വിദേശത്ത് പോയി അത് ഉണ്ടായി കൂട്ടരല്ലേ? ഞാനാണ് അത് അവരാണോ? അവരെ കൊണ്ട് ഇന്ന് വരെ സാധിച്ചില്ല. വിദേശത്ത് നിന്ന് കാണിച്ചു തരണ്ടേ? അങ്ങനെയാണ് ഞാൻ കേസിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. ആരാ കളിയാക്കിയെന്ന് പൊതുജനങ്ങൾക്ക് അറിയാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാ കളിയാക്കിയെന്ന്. അപ്പൊ വിദേശത്ത് നിന്ന് ഇത്രയും വരാൻ ജനങ്ങൾ കൊണ്ടേ തരുമെന്ന് പറഞ്ഞു. ഈ രീതിയിൽ അവർ പത്രപരിചയം ചെയ്തേക്കുമ്പോ ജനങ്ങൾ ഇങ്ങനെ തരും എനിക്ക്? ആ കാര്യം പറഞ്ഞു എങ്ങനെ തരും? എനിക്ക് എറണാകുളത്തു നിന്നൊക്കെ വന്ന് അടിമാലി വന്ന് തിരിച്ചു കൊണ്ടുപോകാന്ന് കൊണ്ടുവന്ന സാധനം ഇഷ്ടംപോലെ സാധനം കൊണ്ടുവന്നു. ഈ പിണ്ടായുടെ കൊണ്ടകൾ കാരണം തിരിച്ചെല്ലാം കൊണ്ടുപോയതല്ല. കാരണം എന്നാ? എനിക്ക് 1.5 കോടി നിൽക്കിരിപ്പില്ലേ? 5000 രൂപയുടെ വീട് വാടകയ്ക്ക്. എൻ്റെ മകള് വിദേശത്ത്. പിന്നെ ഈ രീതിയിൽ എനിക്ക് 1.5 കോടിയും വേറെ ഇരിക്കണം. അപ്പൊ എത്ര കോടിയാണ് എനിക്ക്? ഇത് ആരാ ഇത് വർഷപ്പെടുത്തേ? അവർ തന്നെയല്ലേ. അപ്പൊ എനിക്ക് കൊണ്ടുവന്നത് ശരിയാ. അടിമാലി ഭാഗത്ത് വന്നാൽ പിന്നെ അവർ തിരിച്ചു പോവാ. എന്നോട് വരാറില്ല, ഇവിടെ എത്താറില്ല. ഇത് ഇവരതിൻ്റെ ആള്. അതിൻ്റെ കണക്ക് അവരെടുക്കണം. അവരതിൻ്റെ അവരാ ചെയ്യേണ്ടത്. വന്നവരെ തിരിച്ചു വിടണേന് അവരാ തിരിച്ചു വിടണേ. എന്തോരം ആൾക്കാർ വന്നോന്നറിയോ? എനിക്ക്
എനിക്ക് 1.5 ഏക്കർ സ്ഥലം തരാമെന്ന് ഈ എറണാകുളത്തുനിന്ന് വിളിച്ചു പറഞ്ഞാ ഇവര് പത്രത്തിൽ ഇട്ടതാണ്. പിന്നെ വിളിച്ചിട്ടില്ല, പിന്നെ തന്നിട്ടുമില്ല.